വെൽക്കം ടു മൈ ചാനൽ നമസ്തേ നമസ്തേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അക്ഷരവൃക്ഷം അവധിക്കാല സർഗസൃഷ്ടികൾക്കൊരിടം എന്ന പോർട്ടലിൽ നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയ കഥ, കവിത, ലേഖനം എന്നിവ രക്ഷകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കും എങ്ങനെ കാണാൻ സാധിക്കും, അത് ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നുള്ളതാണ് ഒരുപാട് രക്ഷകർത്താക്കളുടെ സംശയമാണ്. അതിന് നമുക്ക് മൊബൈലോ കമ്പ്യൂട്ടറോ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് ഇവിടെ വിശദീകരിക്കാം. ആദ്യമായി ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിൽ നമുക്ക് സ്കൂൾവിക്കി എന്ന് ടൈപ്പ് ചെയ്യുക. schoolwiki.in അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സ്കൂൾവിക്കിയുടെ മെയിൻ പേജ്, പ്രധാന താൾ കാണാൻ പറ്റും. അതിനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ അക്ഷരവൃക്ഷം, കലോത്സവ സൃഷ്ടികൾ, ഡിജിറ്റൽ മാഗസിൻ, സംസ്ഥാന IT മേള, ഇങ്ങനെ പല വിഭാഗങ്ങൾ കാണാം. നമുക്കിപ്പോൾ കാണേണ്ടത് അക്ഷരവൃക്ഷം എന്ന പോർട്ടലാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. ആ സമയത്ത് അക്ഷരവൃക്ഷത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും സൃഷ്ടികൾ നമുക്കറിയാനായിട്ട് ജില്ലകൾ തിരിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അറിയേണ്ടത് തിരുവനന്തപുരം ജില്ലയുടെയാണ്. തിരുവനന്തപുരം ജില്ല എന്നുള്ളത് ഞാൻ പ്രസ് ചെയ്തു. ഇനി ഇതിനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഉപജില്ലകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നെടുമങ്ങാട് ഉപജില്ല, ഇതിൽ 5ാമതായി കാണുന്ന നെടുമങ്ങാട് ഉപജില്ല നോക്കുകയാണ്. അതിൽ കഥ 38, കവിത 46, 146, ലേഖനം 90, ആകെ 279 എന്നിങ്ങനെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണത്. ഇത് ഈ 38 എന്നതിൽ പ്രസ് ചെയ്താൽ 38 കഥകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കവിത 146 എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 146 കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലേഖനങ്ങൾ. ഞാനിവിടെ 38 എന്നുള്ളത് പ്രസ് ചെയ്തു. അപ്പോൾ നെടുമങ്ങാട് ഉപജില്ലയിൽ വരുന്ന അക്ഷരവൃക്ഷം എന്നതിലെ കഥയുടെ താളുകളാണ് ഈ കാണുന്നത്. സ്കൂളുകൾ ആൽഫബറ്റിക് ഓർഡറിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ NSS UPS കൊക്കോട്ടേല എന്നുള്ളതാണ് ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത്. A എന്നുള്ളതിൽ NSS UPS കൊക്കോട്ടേല അക്ഷരവൃക്ഷം പരിസ്ഥിതിയെ സംരക്ഷിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ പേര്, അക്ഷരവൃക്ഷം പോർട്ടൽ, അതിനുശേഷം കഥയുടെ പേര്. അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ടുള്ള സൃഷ്ടികളെല്ലാം ഇതിനകത്ത് ഉണ്ടാകും. അത് കാണുവാനായിട്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഥയും ഏറ്റവും ചുവട്ടിലായിട്ട് ആ കഥ എഴുതിയ കുട്ടിയുടെ പേരും വിലാസവും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഓരോ കഥകളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ കഥയ്ക്ക് പകരം നമുക്ക് കവിതയായിരുന്നു നോക്കേണ്ടിയിരുന്നെങ്കിൽ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ പേജിൽ കവിത 146 കവിതകളെന്ന് കാണിക്കുന്നിടത്ത് ആ 146 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചുവടെ ഇതേ ഓർഡറിൽ തന്നെ കവിതകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിലും ഞാൻ A എന്നുള്ളതിൽ വന്ന് ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. NSS UPS കൊക്കോട്ടേല അക്ഷരവൃക്ഷം ഒന്നിച്ചു പൊരുതാം. അപ്പോൾ ഈ കവിതയുടെ പേരായിരിക്കും ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. ഒരു നാൾ തുരത്തും ഒരുമയോടെ കൂട്ടരെ കൂടിടാം. ഇങ്ങനെ നമുക്ക് ഏതാണോ കാണേണ്ടത് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ കഥകളും കവിതകളുമൊക്കെ നമുക്ക് ഇതിൽ കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ലേഖനവും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ രക്ഷകർത്താക്കൾക്കെല്ലാം തന്നെ ഇത് കാണുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം നമ്മുടെ കുട്ടിയുടെ ലേഖനം മേന്മയുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുള്ളത് അറിയാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായി, പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.